الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് വിശ്വാസികൾ ഒരൽപ്പം ആശങ്കയോടുകൂടിയായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത്. നിരന്തരമായ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ ആയപ്പോൾ അൽഹംദുലില്ലാഹ് ചെറിയ ഒരു ആശ്വാസത്തിലായി എന്നതാണ് നമ്മുടെ അനുഭവം. ദുആ അത് തന്നെയാണ് സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹു ദുആ സ്വീകരിച്ചു, ആശ്വാസമേകി. താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരികൾ മുമ്പുമുണ്ടായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. അള്ളാഹുവിന് ചില നിയന്ത്രണങ്ങളുണ്ട്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന നിയന്ത്രണങ്ങൾ. ആ നിയന്ത്രണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞു വന്നത്, പ്രാർത്ഥന എന്നത് ഐഹികവും പാരത്രികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ദാസന്മാരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന വലിയൊരു ഘടകമാണ് ദുആ. ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന, ഊഷ്മളമാക്കുന്ന വലിയ ഘടകമാണ് ദുആ എന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ലഭിക്കാനും, ആവശ്യങ്ങൾ ലഭിക്കാനും, ഉപദ്രവങ്ങൾ തടയാനുമെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ദുആക്ക് ഉത്തരം കിട്ടും എന്നതിന് പുറമെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഒരു ഇബാദത്ത് ചെയ്തു എന്നതാണ്. നമ്മളൊരിടത്തിരുന്ന് അള്ളാഹിനോട് കുറെ സമയം ദുആ ചെയ്തു. ഇജാബത്ത് കിട്ടട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ ചെയ്തത് വലിയ ഒരു ഇബാദത്താണ്, ഒരുപാട് പ്രതിഫലം അതുകൊണ്ട് ലഭിക്കും എന്നത് ദുആയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഏത് അടഞ്ഞു കിടക്കുന്ന ഡോറും തുറക്കാൻ ശക്തിയുള്ള പ്രാർത്ഥന, അതാണ് അള്ളാഹുവിനോടുള്ള ദുആ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യാൻ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് സമ്മാനിച്ചതാണ് പ്രാർത്ഥന, ദുആ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ദുആയിനെ പറ്റി പറയുന്ന രണ്ട് ഹദീസുകൾ, രണ്ട് പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ഇബാദത്തിന്റെ മജ്ജയാണ്. ഒരു ശരീരത്തിന്റെ ആരോഗ്യം നിർണയിക്കുന്നതിൽ മജ്ജക്ക് വലിയ പങ്കാണ്. മജ്ജ ശോഷിച്ചു പോയാൽ ശരീരം ക്ഷീണിച്ചു പോകും, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഇബാദത്തുകൾ ദുആ ഇല്ലെങ്കിൽ അത് വെറും പുറംചട്ടയായി കവറ് മാത്രമായി അവശേഷിക്കും. എല്ലാ ഇബാദത്തുകളിലും നിറഞ്ഞു നിൽക്കുന്നത് റബ്ബേ നീ ഇത് സ്വീകരിക്കണേ, ഇതിന് നീ നല്ല പ്രതിഫലം നൽകണമേ, ഇത് കാരണം എന്നെ സ്വർഗത്തിലാക്കണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എൻ്റെ പാപം പൊറുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇബാദത്തിന് ഊർജമായി വരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുന്നു, സകല ഇബാദത്തുകളും ദുആയാണ്, പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് ദുആയാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ മജ്ജ പ്രാർത്ഥനയാണ്. അപ്പോൾ എന്ത് പറയാൻ കഴിയും? എല്ലാ ഇബാദത്തും ദുആയാണ് എന്ന് പറയാൻ കഴിയും. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇബാദത്തായിട്ട് ഗണിക്കാത്ത പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ട്. ദുആഉൽ മസ്അല എന്ന് പറയാം. അതായത് ദുനിയാവിന്റെ കാര്യമോ ആഖിറത്തിന്റെ കാര്യമൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരിക്കുക. അത് നിസ്കാരത്തിലല്ല, നോമ്പിലല്ല, അതുപോലുള്ള ഇബാദത്തുകളിലല്ല, അല്ലാതെ നമ്മൾ ഒരിടത്തേലിരുന്ന് ഇങ്ങനെ ദ്വാരിക്കുക. സാധാരണഗതിയിൽ ഒരു വലിയ ഇബാദത്ത് ചെയ്യാണ് എന്ന് അതിനെ പരിഗണിക്കാറില്ല. പക്ഷെ അത് ഇബാദത്താണ്. ഇബാദത്ത് മുഴുവനും ദുആയാണ്, ദുആ മുഴുവനും ഇബാദത്തുമാണ്. വലിയ പ്രതിഫലം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഇന്ന ദുആ ഹുവൽ ഇബാദ എന്ന പ്രസ്താവന നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ സ്വഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എന്തിനാണ് റസൂൽ അവിടെ ഈ ആയത്തോതിയത്? ദുആ ചെയ്യുന്ന വ്യക്തി ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞത് അള്ളാഹിനോട് ദ്വാരക്കാൻ. അള്ളാഹ് പറഞ്ഞ പണി ചെയ്യുന്നത് ഇബാദത്താണ്. അള്ളാഹ് പറഞ്ഞ പണി ചെയ്താൽ അത് ഇബാദത്തല്ലേ? അപ്പൊ അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ഇബാദത്താണ് എന്ന് വ്യക്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത് സമയത്തും നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. പ്രത്യേക ഇബാദത്തുകൾക്ക് അള്ളാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദുആക്ക് അങ്ങനെ സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്യാം. ഏത് വിഷയവും അള്ളാഹുവിനോട് ചോദിക്കാം. ദുനിയാവ് ചോദിക്കാം, ആഖിറം ചോദിക്കാം, ഒക്കെ ചോദിക്കാം. അള്ളാഹു തആല തരും. ഏത് സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യാമെങ്കിലും ചില പ്രത്യേക സമയം ദുആ ചെയ്താൽ അള്ളാഹു തആല പ്രത്യേകം പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടക്ക് അള്ളാഹിനോട് ദ്വാരിക്കുക. ബാങ്ക് കൊടുത്താൽ ഒരു 20 മിനിറ്റ് ഉണ്ട് ഇഖാമത്ത് കൊടുക്കാൻ, 15 മിനിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ സമയം വല്ലാതെ അവഗണിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുക. ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ വന്നാൽ ആകെ ഒരു 10 മിനിറ്റ് കിട്ടും ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടക്ക്. അത് പുറത്തിരുന്ന് സംസാരിച്ചങ്ങ് തീർത്ത് കളയും. ഇതിനേക്കാൾ വലിയ നഷ്ടം എന്താ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാമെന്ന് അല്ലാഹു തആല പറഞ്ഞ സമയമാണ്. അപ്പൊ പള്ളിയിൽ മുന്നിൽ വരിക, തഹയ്യത്ത് നിസ്കരിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. ഖബറിന്റെ കാര്യം സുരക്ഷിതാകണ്ടേ? അതിനൊക്കെ അല്ലേ പള്ളിയിൽ വരുന്നത്? ദുനിയാവിന്റെ കാര്യം അള്ളാഹിനോട് ചോദിക്കണ്ടേ? അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, അദ്ദുആഉ ലാ യുറദ്ദ്, ദുആ മടക്കപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടക്കുള്ള ദുആ. എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിച്ചോ, ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമല്ലേ സുബഹിന്റെ തൊട്ട് മുമ്പ്, ആഖിറുൽ ലൈൽ. അള്ളാഹുവിന്റെ റസൂല് പറയാ, യതനസ്സലു റബ്ബുനാ തബാറക വ തആല. നമ്മളെമ്പാടും കേട്ട ഹദീസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, ഭൂമിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആകാശമണ്ഡലത്തിലേക്ക്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സമയത്ത്. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു, ആരാ എന്നെ ഇബാദത്തെടുക്കുന്നത്, എന്നോട് ദുആ ചെയ്യുന്നത്, ഞാനോന് ഉത്തരം കൊടുക്കും. ഇനി നിസ്കാരത്തിലൊന്നും അല്ലാതെ വെറും
പ്രാർത്ഥനയാണ്. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. ആ സമയത്ത് എല്ലാവരും ഉറങ്ങുക. ഒരാൾ എഴുന്നേറ്റു. ഇനി എഴുന്നേറ്റത് പോലും ഇല്ല. ആ ഉറക്കം ഞെട്ടി ആ പുതപ്പിന്റെ ഉള്ളിൽ വെച്ച് അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് അള്ളാ, ഇന്നൊരു പ്രശ്നമുണ്ട്, നീ അത് പരിഹരിച്ചു തരണം. അടുത്തുള്ള ആള് പോലും അറിയില്ല, വീട്ടിലൊരു കുട്ടി പോലും അറിയില്ല, പക്ഷെ അള്ളാഹ് അറിയും. ആ പ്രാർത്ഥനക്ക് ഉത്തരണ്ട്. ആ സമയത്ത് എഴുന്നേൽക്കണം, വുളൂ ചെയ്യണം, നമസ്കരിക്കണം, ദുആ ചെയ്യണം. മൻ യസ്തഗ്ഫിറുനി, ആരാ എന്നോട് പാപം പുറത്തേരാൻ പറയുന്നത്, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവനിക്ക് പുറത്തും കൊടുക്കും. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസ. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സമയം. ഇനി അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, വഅമ്മ സുജൂദ്, നമസ്കാരത്തിന്റെ സുജൂദ്, ഫജ്തഹിദു ഫിദ്ദുആ, നിങ്ങൾ നല്ലോണം പരിശ്രമിച്ച് ദുആ ചെയ്ത സുജൂദിൽ. കാരണം ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അർഹതപ്പെട്ട പ്രാർത്ഥനയാണത്. സുജൂദിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിച്ചിട്ട് നമസ്കാരത്തിന്റെ അവസാനം സലാം വെട്ടി എഴുന്നേറ്റോടെയല്ല വേണ്ടത്. ഇനി നേരത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അത്തഹിയാത്തും സലാത്തൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ദുആ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിസ്കാരത്തിൽ തന്നെ ദുആ ചെയ്യാം. സുജൂദിൽ ദുആ ചെയ്യുന്നത് പോലെ തന്നെ അതൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സുമ്മ ലിയഖ്തർ മിന ദുആഇ മാ അഹബ്ബ, അവൻ ഇഷ്ടമുള്ള ആവശ്യമുള്ള ദുആ ദ്വാർന്നോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച ദിവസം റസൂൽ പ്രത്യേകം പരിചയപ്പെടുത്തി. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ദ്വാർന്നാൽ ഉത്തരണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അസറിന് ശേഷം, ഇമാമ് ഖുതുബക്കിടയിൽ ഇരിക്കുന്ന സമയമാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം അസറിന് ശേഷമാണ്. ഏതായാലും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകളും അതുപോലെ തന്നെ അതിനുള്ള ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകണം. അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിച്ചു കിട്ടാൻ. എന്തൊക്കെയാണത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇഖ്ലാസാണ്. ആ ദുആ അള്ളാഹുവിനോട് മാത്രമായിരിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അത് എളുപ്പത്തിൽ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ചില ആളുകൾ ഒരു പണിയെടുക്കാറുണ്ട്. വേറെ ആളുകളെ ഇടപെടിക്കും. അവരുടെ പ്രാർത്ഥനയിൽ തന്നെ മുമ്പ് മരണപ്പെട്ടു പോയ പലരെ ഇടപെടിക്കും. എന്തിനാ ഇടപെടിക്കുന്നത്? ഇവന്റെ ദുആ ഒന്ന് എളുപ്പത്തിൽ സ്വീകരിച്ച് കിട്ടണം. സ്വീകരിക്കപ്പെടില്ല. അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ആ ചോദിക്കുന്നത്. ഒരു മനുഷ്യനെയും ഒരു വസ്തുവിനെയും ഒരു ശക്തിയെയും ഇടപെടിപ്പിക്കാതെ അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹു തീറ്റിപ്പോറ്റുന്ന, അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു ഉത്തരം നൽകുന്നതും. അതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉത്തരം കിട്ടോ ഇല്ലേ എന്ന ആശങ്കയോടുകൂടി സംശയത്തോടുകൂടി ദുആ ചെയ്യരുത്. എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, ശ്രദ്ധയില്ലാത്ത മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ആരോ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ കുഴച്ചു വെച്ച് എവിടുന്നോ ആമീൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ ദ്വാരക്കുന്നതെന്ന് അറിയില്ല, വേറെന്തൊക്കെയോ ആലോചിക്കാൻ. അതൊന്നും അല്ല ദുആ. ദുആ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നങ്ങ് വരണം. ഇത് അല്ലാഹു തആല കേൾക്കും, എനിക്ക് മറുപടി തരും എന്ന വിശ്വാസത്തോടു കൂടി ദുആ ചെയ്യണം. ചില മര്യാദകൾ പാലിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അള്ളാഹുവിനോട് അപേക്ഷ കൊടുക്കുകയാണല്ലോ, അള്ളാഹുവിന് അപേക്ഷ സമർപ്പിക്കുകയാണല്ലോ ദുആയിലൂടെ. അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ പ്രശംസിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലണം. എന്ന് പറഞ്ഞാൽ
നമ്മേക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് റസൂലിന് വേണ്ടി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ കരുണ ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുആയുടെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുക. ഈ ഹംദും സലാത്തും ദുആയുടെ അവസാനമുണ്ടാകുന്നത് കൂടി നല്ലതാണ്. ഏതായാലും ഹംദും സലാത്തും കൊണ്ട് തുടങ്ങി സ്വന്തം പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമ്മതിച്ചു കൊണ്ടേയിരിക്കുക. ദുആ ചെയ്യുമ്പോൾ ഇടക്കിടക്ക് പറയണം, അല്ലാഹ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് പൊറുക്കണേ. തുടക്കത്തിലും പറയണം, ഇടക്കിടെ കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കണം. അതിനിടക്ക് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തരിക തന്നെ ചെയ്യും. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് ദുആക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ സാഹിത്യ പദങ്ങളാക്കി അവസാനം ഒരു ഹർഫിൽ വഖഫ് ചെയ്ത് ഈ രൂപത്തിലുള്ള ഒരു മോടി കൂട്ടലൊന്നും ദുആക്ക് ആവശ്യമില്ല. അത് ഒഴിവാക്കലാണ് നല്ലത്. കാരണം അതിന്റെ പദങ്ങളുടെ മോടി കൂട്ടലല്ല ഉദ്ദേശിക്കുന്നത്, ആശയമാണ്, മനസ്സിലുള്ള ആവശ്യം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അത് മാതാപിതാക്കൾക്ക് വേണ്ടിയായാൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വലിവാലിദയ്യ, അല്ലാഹുവേ എന്നോട് പൊറുക്കണം, എനിക്ക് കരുണ ചെയ്യണം, എൻ്റെ മാതാപിതാക്കളും. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്നത് ആദ്യമായി ഒന്നാമതായി ദുആ തുടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുആ ചെയ്തു. അതിനുശേഷം നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറയുക. എന്നിട്ട് നമ്മുടെ മാതാപിതാക്കളുടേത്, നമ്മുടെ കുടുംബത്തിൻ്റെത്, അയൽപക്കക്കാരുടേത്, നമ്മുടെ നാടിൻ്റേത്, നമ്മുടെ സമൂഹത്തിൻ്റേത് എല്ലാം നമ്മുടെ ദുആയിലേക്ക് കയറി വരണം. കാരണം നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പകലുകൾ, ആ പകലുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുആ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇതാ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ധന്യമാക്കിയിരുന്നത് ദുആയായിരുന്നു. നിരന്തരമായ ദുആ. പിതാവിന് വേണ്ടി പോലും, തന്റെ ആദർശം അംഗീകരിക്കാത്ത മറുപക്ഷത്ത് നിൽക്കുന്ന പിതാവിന് പോലും ദുആ ചെയ്തത് ഖുർആൻ എടുത്തു പറയുന്നത് ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ പിതാവിനോട്, ഖുർആനാ നമ്മോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ കുടുംബത്തെ മക്കയിൽ കൊണ്ടുവന്നാക്കിയിട്ട് അല്ലാഹുവേ അവിടെ ജനവാസ മേഖലയാക്കണം, അവർക്ക് റിസ്ക് കൊടുക്കണം. കുടുംബത്തിന്റെ കാര്യം അല്ലാഹുവിനോട് ദുആ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറ ഇബ്രാഹിമിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. സന്താനലബ്ധിക്ക് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാർദ്ധക്യ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതുപോലെ കഅബ നിർമ്മിച്ചതിന് ശേഷം ആ കഅബ നിർമ്മാണത്തെ സ്വീകരിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഖബൂലിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നിരതനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിൽ ദുആ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയാം താനും വഫാത്തായി പോകുമെന്ന്. ഈ സമൂഹം പ്രവാചകനില്ലാതെ ഇവിടെ അവശേഷിച്ചുകൂടാ. അതുകൊണ്ട് അവർക്കൊരു പ്രവാചകനെ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യപ്രവാചകന്റെ വരവിനായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. നിന്റെ ആയത്തോതി കൊടുക്കുന്ന അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു റസൂലിനെ അല്ലാഹുവേ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂൽ, അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന റസൂൽ, അവരെ സംസ്കരിക്കുന്ന റസൂൽ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കാനായി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അതുപോലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. മുസ്ലിം ഉമ്മത്ത് അതുണ്ടാകണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും സ്വാർത്ഥതയിൽ ഒതുങ്ങിപ്പോകരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്ക രാജ്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് ദുആ ചെയ്തില്ലേ, ഈ വീട്, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ? നമ്മൾ താമസിക്കുന്ന നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരും തലമുറക്ക് വേണ്ടി, പോയ തലമുറക്ക് വേണ്ടി നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സുമ്മാ ഊഹൈനാ ഇലൈക്, പിന്നീട് ഇതാ നാം നിങ്ങൾക്ക് വഹയ നൽകുകയാണ്, അനിത്തബിയു മില്ലത്ത ഇബ്രാഹിം ഹനീഫ, വക്രതയില്ലാതെ ജീവിച്ച, അശേഷം ശിർക്കില്ലാതെ ജീവിച്ച, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നീയും പിന്തുടർന്നു കൊള്ളണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. റസൂലിനോട് മാത്രമല്ല, നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, ഫത്തബിയു മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ എല്ലാവരും ഇബ്രാഹിമിന്റെ പാത സ്വീകരിക്കണേ. അള്ളാഹ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഇബ്രാഹിമിനെ, ഖലീലാക്കി. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം മുഴുവനും ദുആയാണ്, പ്രാർത്ഥനയാണ്. എപ്പോഴെങ്കിലും കുടുങ്ങുന്ന സമയത്തുള്ള ഒരു ദുആ നടത്തുന്ന ആളല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ പാത ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ തൗഹീദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അള്ളാഹു പറയാ ഖുർആനില്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ ആരെങ്കിലും അവലംബിക്കാതിരുന്നാൽ, ആ മാർഗത്തെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ, അത് ഇഷ്ടപ്പെടാതിരുന്നാൽ അവൻ സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനാണ്, പടുവിഡ്ഢിയാണവൻ. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത് മുജാഹിദുകളുടെ നേതാവായിട്ടാണ്. നല്ല മുജാഹിദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്താണ് മുജാഹിദ്, എന്താണ് ജിഹാദ്? നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാദർശ പോരാളിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത്. ഇറാഖ് അന്ന് ഊർ പട്ടണത്തില് ഉണ്ടായിരുന്ന മതം ഷിർക്കിന്റെ മതമായിരുന്നു, ഷിർക്കിന്റെ ആദർശമായിരുന്നു. ആ ആദർശം അവിടെ പ്രചരിപ്പിച്ചിരുന്നത്, അതിന്റെ ഏറ്റവും വലിയ നേതാവായി വർത്തിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ തന്നെയാണ്, പിതാവ് തന്നെയാണ്. ആ ഷിർക്കൻ വിശ്വാസങ്ങൾക്ക് തണല് നൽകുന്ന ഒരു ഭരണ സംവിധാനം നമ്രൂദിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വിഭാഗത്തോടും തൗഹീദ് പറഞ്ഞുകൊണ്ട് പോരാടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി. തന്റെ ജീവൻ അപകടപ്പെട്ടാലും തൗഹീദ് ജീവസുറ്റതാകണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അങ്ങ് ഉയർത്തി. ആ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ലോകത്തോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറഞ്ഞു. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതം. സ്വന്തം ഉപ്പാനോട് പറഞ്ഞു, ഇത് ഖാലലി അബീഹി, ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ. ഈ കാണുകൾക്ക് ഒന്നും ചെയ്യാത്ത ഒരു നിർജീവ വസ്തുവിനെ വാപ്പ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത വസ്തുക്കളുടെ മുന്നിൽ പോയി എന്തിനാ വാപ്പ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഉപ്പാനോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞു, ഞാൻ നിന്നെ കല്ലെടുത്തെറിയൂ, ആട്ടു ഓടിക്കുന്നൊക്കെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതൊന്നും പ്രശ്നാക്കില്ല. നമ്രൂദിനോട് പറഞ്ഞു, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ ഫീ റബ്ബി. അല്ലാഹു തആല അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്രൂദും തമ്മിൽ നടന്ന സംഭാഷണം, വാദപ്രതിവാദം എന്ന് വേണമെങ്കിൽ പറയാം. ആ വാദപ്രതിവാദം
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിക്കാൻ വന്ന ആളെ നീ കണ്ടില്ലേ എന്ന് അല്ലാഹു തആല ചോദിച്ചുകൊണ്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ആരാണ് ഇബ്രാഹിം നബിയോട് തർക്കിക്കാൻ വന്നത്? ആ നാട്ടിലുള്ള ഭരണാധികാരിയാണ്, നമ്രൂദാണ്. നമ്രൂദ് എന്നൊക്കെ കേൾക്കുമ്പോ ഏതോ പുറത്തുള്ളൊരു കക്ഷി എന്നൊക്കെ വിചാരിക്കാം. അല്ല, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മോനുണ്ട് സാമ്. സാമിന്റെ മകനാണ് കൻആൻ. കൻആന്റെ മോനാണ് നമ്രൂദ്. തറവാട് കുറവില്ല, പ്രവാചക കുടുംബത്തിലുള്ളതാ പേരക്കുട്ടിയ. ആ പേരക്കുട്ടി ശിർക്കിന്റെ പക്ഷത്താണ്, കുഫറിന്റെ പക്ഷത്താണ്. ഇന്ന് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് കാഫറാകാൻ വേണ്ടി, മുശ്രിക്കാകാൻ വേണ്ടി കുറെ മനുഷ്യന്മാര്. അങ്ങനല്ല. ഇവിടെ മുനാഫിക്കും മുഅ്മിനും മുശ്രിക്കും കാഫറും ഒക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാ. ചില ആളുകൾ പറയും ശിർക്കം വിശ്വാസങ്ങൾ കൊണ്ട് നടന്നിട്ട് പിതാക്കന്മാരല്ലേ, അവരൊക്കെ ചെയ്തതല്ലേ ഞങ്ങളും ചെയ്യുന്നത്. ആഖിറത്തിൽ അള്ളാഹിനോട് പറയാൻ പറ്റുമോ ഇതൊക്കെ? എന്റെ ഉപ്പ ഏതുകൊണ്ടാ ഞാൻ ചെയ്തത്? അള്ളാഹ് എന്ത് വാപ്പ അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ? ഇതൊന്നുമില്ല. അള്ളാഹ് പറഞ്ഞ പണിയെടുത്തോ മനുഷ്യന്മാരുടെ കൂട്ടത്തില് അവര് രക്ഷപ്പെടും. ശിർക്കിന്റെ ഭാഗത്താണോ പരാജയപ്പെട്ടു പോകും. അതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നമ്രൂദിന്റെ അടുത്ത് പോയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നമ്രൂദ് രണ്ടാളെ കൊണ്ടുവന്നു. ഒരുത്തനെ കൊന്നു കളഞ്ഞു, മറ്റവനോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്, റബ്ബാണ്. ആ രൂപത്തില് തന്റെ ഭരണീയരെ ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്ത വിധത്തിൽ അക്രമിയായ ഭരണാധികാരിയായിരുന്നു നമ്രൂദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആ നമ്രൂദിന്റെ വിഡ്ഢിത്തം അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടപ്പോ ജനങ്ങൾക്കെങ്കിലും വിഷയം മനസ്സിലാകട്ടെ എന്ന രൂപത്തിൽ പറഞ്ഞു. എന്നാൽ എന്റെ റബ്ബാരാണെന്നറിയോ? ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. കിഴക്ക് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നതാണ് എന്റെ റബ്ബ്, അവനാണ് എന്റെ അല്ലാഹു. നീ അതൊന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ചാലും. അങ്ങനെ പറഞ്ഞപ്പോ ഫബുഹിത്തല്ലദീ കഫറു, ഉത്തരം മുട്ടിപ്പോയി. ഖുർആൻ പറയാം, എല്ലാവർക്കും അറിയുന്ന സത്യല്ലേ ഇത്. കേൾക്കുന്ന സൂര്യൻ ഉദിപ്പിക്കുന്നത് നമ്രൂദല്ല. നമ്രൂദല്ല, ഒരു മനുഷ്യനുമല്ല, അത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് എന്നെല്ലാവർക്കും അറിയാം. ഈ രൂപത്തില് എല്ലാവരെയും തൗഹീദ് മനസ്സിലാക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാക്കിക്കൊടുത്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വജാഹിദു ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഹഖ ജിഹാദി, പരിശ്രമിക്കേണ്ട മുറപ്രകാരം ആദർശ പ്രബോധന പോരാട്ടം നടത്തുക. ഹുവജിത്തബാക്കും, അള്ളാഹു അതിനു വേണ്ടിയാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ സാധാരണ ആളുകളല്ല, ആദർശ പ്രബോധനത്തിന് നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് അള്ളാഹു. നിങ്ങൾ ആ പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിലാണ് അള്ളാഹു തആല തൗഹീദി പ്രബോധനത്തെ സംബന്ധിച്ച് നമ്മോട് പറയുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു പ്രയാസവും ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹിച്ച പ്രയാസമുണ്ടോ? അതൊന്നുമില്ല. ദീന് പ്രബോധനം ചെയ്യാൻ അത്യാവശ്യം ചില്ലറ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ വലിയ പ്രയാസമൊന്നുമില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം, അത് പറഞ്ഞിട്ടുള്ള തുടർന്ന് പറയുന്നത് അതാ, ഇതാണ് നിങ്ങൾ ഉപ്പാന്റെ മതം. നിങ്ങൾ ആദർശ പിതാവ് ഇബ്രാഹിമില്ലേ? ദുൽഹിജ്ജ മാസത്തിലൂടെ ഹജ്ജിലൂടെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പാതയതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, ആ അള്ളാഹു ആണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേരിട്ട്. അല്ലാതെ നിങ്ങൾ ഉപ്പയുമ്മയിട്ട പേരല്ല. അള്ളാഹുവിന് സമർപ്പിച്ചവർ എന്ന പേര് അള്ളട്ടതാണ്. മിൻ ഖബിൽ, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും വഫീ ഹാദാ, ഈ ഖുർആനിലും നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേരിട്ടത് അള്ളാഹു ആണ്. ആ പേരിനോട് നിങ്ങൾ കൂറ് പുലർത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളുടെ ആദർശ പിതാവാണ്, അതിനോട് നിങ്ങൾ കൂറ് പുലർത്തണം. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ്
ദുൽഹിജ്ജയുടെ സന്ദേശമായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പല സന്ദേശങ്ങളിലൊന്ന്, അതെല്ലാം മനസ്സിലാക്കി അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജയുടെ 10 പകലുകൾ ഭൂമിയിലുള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസത്തേക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറെ പകലുകളേ ഇല്ല. ഏറ്റവും നല്ല രാത്രികൾ റമദാനിന്റെ അവസാന രാവുകളാണ്. ഏറ്റവും നല്ല പകലുകൾ ദുൽഹിജ്ജയുടെ പകലുകളാണ്. ഇതാണ് ഇസ്ലാമിന്റെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. എന്നിട്ട് ഈ ഹദീസിൽ തന്നെ പറയുന്നു, യഅനി അയ്യാമൽ അശ്ർ, ഈ ദുൽഹിജ്ജയുടെ 10 പകലുകൾ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ രക്തസാക്ഷ്യം വഹിച്ചു, എന്നാൽ അതും ഇതിനു തുല്യമാകുകയില്ലേ? അന്ന് പ്രതിരോധ സമരമുള്ള സമയത്ത് അടർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഷഹീദാവുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ എന്ന് വിശ്വസിച്ചിരുന്ന സഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്. ഈ ദുൽഹിജ്ജയുടെ 10 പകലുകളിൽ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അതൊക്കെ വർദ്ധിപ്പിച്ചാൽ അതിനേക്കാൾ, രക്തസാക്ഷിയാകുന്നതിനേക്കാൾ വലുതായി ആകുമോ എന്നതാണ് അവരുടെ ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത മുഴുവൻ, അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ സമ്പത്തും, ഇതെല്ലാം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയിട്ട് ഒന്നും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് മാത്രമേ ഇതിനോട് കടപിടിക്കുകയുള്ളൂ. അത്രയും വലിയ ഇബാദത്താണ് ഈ ദുൽഹിജ്ജയുടെ 10 പകലുകളിലുള്ള അമലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അറഫയിൽ, അറഫാ ദിവസം ഏറ്റവും കൂടുതൽ ലോകത്ത് നരകമോചനം നടക്കുന്ന ദിവസമാണ്. അല്ലാഹു തആല മലക്കുകളോടൊപ്പം ഈ അറഫയിൽ കൂടി ആളുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹ് പറയുമ്പോൾ മാ അറാദ ഹഉല, എന്താണ് ഇവർക്ക് വേണ്ടത്, എന്ത് വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം എന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ ഈ പകലുകളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലായ ഇബാദത്താണ് ഉദ്ഹിയ്യത്ത്. പെരുന്നാളിൻ്റെ അന്ന് ചെയ്യുന്ന ഉദ്ഹിയ്യത്തിനേക്കാൾ വലിയ ഒരു അമലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന പകലുകളിൽ പരമാവധി ആ പകലുകളെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിയ്യത്ത് ചെയ്യുക, അതിനുവേണ്ടി പണിയെടുക്കുക. അള്ളാഹുവിന്റെ ഒരു വലിയ ദീനടയാളം നിലനിർത്തുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി അതിനുവേണ്ടി തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 10 പകലുകളെ പ്രത്യേകം പരിഗണിക്കാനും കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അല്ലാഹുവേ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ നീ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ സ്വീകരിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ, നിനക്കറിയാം. അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഞങ്ങളുടെയും അവരുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. ഇവിടെ ജീവിക്കുന്ന കാലത്ത് നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കാൻ ഇവിടെ നിന്ന് നിന്നിലേക്ക് വരുന്ന സമയത്ത് ആ മൗത്തിന്റെ നേരത്ത് കലിമത്തു തൗഹീദ് ബോധപൂർവം ഉച്ചരിച്ച് നിന്നിലേക്ക് തിരിച്ചു വരാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബർസഖി ജീവിതം എളുപ്പമാക്കി തരണേ അല്ലാഹ്. മഹ്ശറയിൽ അർശിന്റെ തണലേകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗ്ഗത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.